ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കുന്ന നളനിൽ പ്രവേശിക്കുവാൻ ഏതാണ്ട് 12 വർഷം കാത്തിരിക്കേണ്ടി വന്നു കലിക്ക് എന്നതാണ് സത്യം. ഒരു ദിവസം നളൻ ശുദ്ധി വരുത്താതെ സന്ധ്യാവന്ദനം ചെയ്തു. ആ തക്കം നോക്കി കലി നളനിൽ പ്രവേശിച്ചു. അശ്രദ്ധ കൊണ്ട് വലിയൊരു ആപത്തിന് വഴി തുറന്നു. പിന്നീട് കലി നളന്റെ സഹോദരനായ പുഷ്കരന്റെ അടുത്ത് ചെന്ന് നളനുമായി ചൂത് കളിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പുഷ്കരനിലും കലിയുടെ ആവേശമുണ്ടായിരുന്നു. ദമയന്തിയുടെയും പൗരജനങ്ങളുടെയും എല്ലാം പ്രതിഷേധം വകവയ്ക്കാതെ കലിയാൽ പ്രേരിതനായ നളൻ പുഷ്കരനുമായി ചൂത് കളിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ചൂതുകളിയിലെല്ലാം നളൻ പരാജയപ്പെടുന്നു. കലിയാണല്ലോ നളന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവസാനം നളന്റെ സകല സ്വത്തുക്കളും രാജ്യവുമെല്ലാം പുഷ്കരന് സ്വന്തമായി തീരുന്നു. ദമയന്തി മറ്റുള്ളവരുമൊക്കെ പലവട്ടം നളനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ നളൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ചൂത് കളിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷെ ചൂതുകളിയിൽ എല്ലായ്പ്പോഴും പുഷ്കരൻ തന്നെ ജയിക്കുന്നു.